ഹായ് എവരി വൺ, വെൽക്കം ടു അസന്റ് ഓൺലൈൻ. SSC CGL CHSL എക്സാമിന്റെ ഒക്കെ റിവൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് SSC പോലുള്ള എക്സാംസിന്റെ ടയർ 1 നല്ല വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ജനുവരി മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2021 ഇപ്പൊ ജനുവരിയിൽ റിലീസ് ചെയ്ത ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. അതായത് ഹെൻലി എന്ന് പറയുന്നത് ലണ്ടൻ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റിസൺഷിപ്പ് അഡ്വൈസറി ഫേം ആണ്. അപ്പൊ ഇവർ ചെയ്യുന്നത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും പാസ്പോർട്ട് എത്ര പവർഫുൾ ആണെന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പാസ്പോർട്ട് വെച്ചിട്ട് എത്ര രാജ്യങ്ങളിൽ വരെ വിസ ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് ജപ്പാനാണ്. ജപ്പാൻ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും ടോപ്പ് ചെയ്തിരുന്നത്. തൊട്ടു പുറകെ സിംഗപ്പൂർ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇതിൽ 85ാം സ്ഥാനമാണ്. ഇത് സ്ഥിരമായിട്ട് SSCയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇന്ത്യയുടെ റാങ്ക് 85. എക്സസൈസ് ഡെസേർട്ട് നൈറ്റ് 21. അപ്പൊ ഇതൊരു മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പൊ ഇത് നടന്നിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സും അതുപോലെ തന്നെ ഫ്രഞ്ച് എയർഫോഴ്സും തമ്മിലുള്ള ഒരു ജോയിന്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇത്. അപ്പൊ ഇത് നടന്നിരിക്കുന്നത് ജോധ്പൂരിലാണ്. അപ്പൊ ഈ രണ്ട് ഡീറ്റെയിൽസും ഇമ്പോർട്ടന്റ് ആണ്. ഏത് രാജ്യത്തിന്റെ കൂടെയായിരുന്നു, അതുപോലെ തന്നെ ഇത് നടന്ന സ്ഥലം. കൂടാതെ ഫ്രാൻസുമായിട്ട് ഒരുപാട് മിലിറ്ററി എക്സസൈസ് ഇന്ത്യ നടത്താറുണ്ട്. അപ്പോൾ ആ കാണുന്ന മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സസൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ വരുണ എന്ന് പറയുന്നത് നേവൽ എക്സസൈസ് ആണ്. ഗരുഡ എന്ന് പറയുന്നത് എയർ എക്സസൈസ് ആണ്. അതുപോലെ ശക്തി ആർമിയുടേതാണ്. FSSAE/ ലിമിറ്റ് ഫോർ ട്രാൻസ് ഫാറ്റ് ലെവൽസ് ഇൻ ഫുഡ്സ്. അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ റീസെന്റ് ആയിട്ട് ട്രാൻസ് ഫാറ്റി ആസിഡ്സിന്റെ ഒക്കെ പെർമിസിബിൾ ആയിട്ടുള്ള ലിമിറ്റ് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ കറണ്ട് പെർമിസിബിൾ ലിമിറ്റ് 5% ആയിരുന്നു. അപ്പൊ ഇത് 2021 അതായത് ഈ വർഷത്തേക്ക് അത് 3% ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തൊട്ട് വരാൻ പോകുന്ന വർഷം 2022 അത് 2% കട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമുക്കധികം ആവശ്യമില്ലാത്ത, നമ്മുടെ ബോഡിക്ക് അധികം ആവശ്യമില്ലാത്ത ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് കട്ട് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു ട്രാൻസ് ഫാറ്റി ആസിഡിന്റെ ലെവൽ കട്ട് ചെയ്യാൻ വേണ്ടി WHO ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിന്റെ പേരാണ് റീപ്ലേസ്. ആ പേരും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ജൽ ഉത്സവ് ഇൻ മധ്യപ്രദേശ്. അപ്പൊ ഇത്തവണത്തെ ജൽ ഉത്സവ് നടന്നിരിക്കുന്നത് ദാംഹേരി എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. ഇത് മധ്യപ്രദേശിലാണ്. സാധാരണ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ്. അതായത് റൂറൽ ഏരിയാസിലുള്ള വീടുകളിലൊക്കെ കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ജൽ ഉത്സവ് എന്ന് പറയുന്നത്. പരാക്രം ദിവസ് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് 23 ജനുവരി 23rd ജനുവരി പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ ആണ്. 23rd ജനുവരി എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ ആണ്. നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു ലീഡറാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിനാണ് നമ്മൾ പരാക്രം ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ബോംബെ ഹൈക്കോർട്ട് പെർമിറ്റ്സ് ട്രാൻസ് മൂവ്മെന്റ് ടു കണ്ടക്ട് പോൾസ് ഫ്രം വുമൻസ് കാറ്റഗറി. അപ്പോൾ ഈ ജനുവരിയിലായിരുന്നു ബോംബെ ഹൈക്കോർട്ടിന്റെ ഔറംഗാബാദ് ബെഞ്ച് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപിച്ചത്. അതായത് അവിടെയുള്ള ലോക്കൽ പോൾസിലൊക്കെ, പഞ്ചായത്ത് പോൾസിലൊക്കെ ട്രാൻസ്ജെൻഡർ വുമൻസിന് കൂടെ വുമൻസ് കാറ്റഗറിയിൽ മത്സരിക്കാനുള്ള ഒരു ഇതാണ് ബോംബെ ഹൈക്കോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഏതിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. അത് 2019 അത് വന്നത്. അപ്പൊ അതിന്റെ ഒരു ചുവട് പിടിച്ചാണ് ഈ ഒരു വിധി കൂടി ബോംബെ ഹൈക്കോർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ട് റൈറ്റ് ആക്ട്. ഇത് വന്നിരിക്കുന്നത് 2019. രാഷ്ട്രീയ കാമധേനു ആയോഗ്. ഇപ്പൊ രാഷ്ട്രീയ കാമധേനു ആയോഗ് പുതിയൊരു ഇനീഷ്യേറ്റീവായി വന്നിട്ടുണ്ട്. അത് നമ്മുടെ കൗ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാക്കാനും പിന്നെ അവരൊരു എക്സാം കണ്ടക്ട് ചെയ്യാനാണ്. കാമധേനു ഗൗ വിഗ്യാൻ പ്രചാർ പ്രസാർ എക്സാമിനേഷൻ. ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ രാഷ്ട്രീയ കാമധേനു ആയോഗ് ഏതിന്റെ അണ്ടറിലാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി. ഈ മിനിസ്ട്രിയുടെ കീഴിലാണ് രാഷ്ട്രീയ കാമധേനു ആയോഗ് വരുന്നത്. 16th പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ.
ഈ പ്രവാസി ഭാരതീയ ദിവസ് എന്ന് പറയുന്നത് 9th ജനുവരിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ 9th ജനുവരി എന്ന് പറയുന്നത് 1915 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു ഡേറ്റ് കൂടിയാണ്. ആ ഒരു പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട്. അപ്പോ ഈ പരിപാടിയുടെ ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ഓഫ് സുറിനാം ആണ്. സുറിനാം എന്ന് പറയുന്നത് ഒരു സൗത്ത് അമേരിക്കൻ കൺട്രിയാണ്. അപ്പൊ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചന്ദ്രിക പ്രസാദ് സന്തോഖിയാണ് ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ്. വൺ പ്ലാനറ്റ് സമ്മിറ്റ് 2021 ക്ലൈമറ്റ് ചേഞ്ച്, പ്രിസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം, ഇതുപോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺ പ്ലാനറ്റ് സമ്മിറ്റ് നടത്തിയത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്തത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. നമുക്കറിയാം ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. ജനുവരി 11 ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഈ വർഷത്തെ തീം അതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ലെറ്റ്സ് ആക്ട് ടുഗദർ ഫോർ നേച്ചർ. ഇതാണ് ഈ വർഷത്തെ തീം. ISRO to adopt 100 adult tinkering labs for promoting space education. അപ്പോൾ ഇത് റീസെന്റ് ആയിട്ട് വന്നൊരു വാർത്തയാണ്. ISRO 100 അഡൽട്ട് ടിങ്കറിംഗ് ലാബ്സ് ഏറ്റെടുക്കാൻ വേണ്ടി പോവാണ്. ഈ അഡൽട്ട് ടിങ്കറിംഗ് ലാബ്സ് എന്ന് പറഞ്ഞാൽ നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്കൂളുകളിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ലാബുകളാണ്. ഈ ലാബുകൾ ചെയ്യുന്നത് സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് സ്റ്റെമ്മും പിന്നെ ഇതിൽ കാണുന്നത് പോലെ സ്പേസ് എഡ്യൂക്കേഷൻ ആൻഡ് സ്പേസ് ടെക്നോളജി, ഇത് രണ്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡൽട്ട് ടിങ്കറിംഗ് ലാബ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 100 അഡൽട്ട് ടിങ്കറിംഗ് ലാബ്സ് ആണ് ISRO ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. സാത്തി പോർട്ടൽ ഇക്കഴിഞ്ഞ 30th നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ്സിലാണ് ഈ സാത്തി പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തത് ഏത് ഏജൻസി ആണെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ് ഈ സാത്തി പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ സാത്തിയുടെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈസ് ആക്ഷൻസ് ഓൺ ആനുവൽ ടാർഗറ്റ്സ് ആൻഡ് ഹെഡ് വൈസ് ഓൺ എനർജി എഫിഷ്യൻസി എന്നുള്ളതാണ്. അയൺ ഓർ പോളിസി 2021. സാധാരണയായി നമ്മൾ ഈ അയൺ ഓർ പോളിസി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് വേറെ മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ ഒക്കെ ആണോ നമുക്കൊരു ഡൗട്ട് വരും. പക്ഷെ ഈ ഒരു പോളിസി കൊണ്ടുവന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ്. ഇതിന് കാരണം ഈ ഒരു പോളിസി എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ചരക്ക് ഗതാഗതമൊക്കെ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ അയൺ ഓർ പോളിസിയിൽ പറയുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആണ്. മേരാ ഗാവൺ മേരാ ഗൗരവ് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ആഗ്രോ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അല്ലെങ്കിൽ ഐക്കർ ആണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫാർമേഴ്സിന് എല്ലാ വിധത്തിലുള്ള പുതിയ ടെക്നോളജീസും പരിചയപ്പെടുത്തുക, അവരുടെ പ്രശ്നങ്ങളൊക്കെ അവരുടെ ഡോർ സ്റ്റെപ്പിൽ തന്നെ പരിഹരിക്കുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. റെഗുലേറ്ററി കംപ്ലയൻസ് പോർട്ടൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ജനങ്ങൾ, വ്യവസായം, ഗവൺമെന്റ് ഇത് മൂന്നും തമ്മിലുള്ള കണക്ടിവിറ്റി കുറച്ചുകൂടി എളുപ്പത്തിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പോർട്ടൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ നിന്ന് ലോഞ്ച് ചെയ്തതാണ് എന്നുള്ളതായിരിക്കും. അപ്പോൾ റെഗുലേറ്ററി കംപ്ലയൻസ് പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. ഇന്ത്യൻ സാർസ് കോവ്-2 ജീനോമിക് കൺസോർഷ്യ ഇൻസാകോഗ്. അപ്പൊ ഇങ്ങനെ ഒരു കൺസോർഷ്യ വരാൻ കാരണം നമുക്കറിയാം ഇപ്പോൾ കോവിഡ് സമയമാണ്. അപ്പോൾ ഒരുപാട് പുതിയ വേരിയൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വേരിയൻസിനൊക്കെ പറ്റി പഠിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള അതിന്റെ ഡാറ്റയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺസോർഷ്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് പോസിബിളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കൊളാബറേഷനിലാണ് നടന്നിരിക്കുന്നതാണ്. അപ്പൊ ഇതിൽ ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഉണ്ട്, പിന്നെ ഒന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്, മറ്റൊന്ന് ICMR, CSIR. അപ്പോൾ ബയോടെക്നോളജി, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ICMR, CSIR.
ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളുടെ കൊളാബറേഷൻ ആണ് ഈ ഇന്ത്യൻ SARS-CoV-2 ജിനോമിക് കൺസോർഷ്യം എന്ന് പറയുന്നത്. ശ്രംശക്തി ഡിജിറ്റൽ ഡാറ്റ സൊല്യൂഷൻ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സും ഗോവൻ ഗവൺമെന്റും കൂടി പുതുതായി ലോഞ്ച് ചെയ്ത ഒരു ഇനീഷ്യേറ്റീവാണ് ശ്രംശക്തി ഡിജിറ്റൽ ഡാറ്റ സൊല്യൂഷൻ. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നാഷണൽ ലെവലിലും അതുപോലെ സ്റ്റേറ്റ് ലെവലിലും നമ്മുടെ മൈഗ്രന്റ് വർക്കേഴ്സിന്റെ ഡാറ്റ കളക്ട് ചെയ്യാനും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ പ്രോഗ്രാംസ് ഒക്കെ ലോഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, ശ്രംശക്തി ഡിജിറ്റൽ ഡാറ്റ സൊല്യൂഷൻ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലായിരുന്നു? മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആൻഡ് ഗോവൻ ഗവൺമെന്റ് ഒന്നിച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഇത് ആക്ച്വലി ഒരു മൈഗ്രന്റ് വർക്കേഴ്സ് ആൻഡ് ട്രൈബൽ മൈഗ്രന്റ് സെല്ലാണ്. നാഷണൽ വോട്ടേഴ്സ് ഡേ, ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2021 നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് 11th നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിരുന്നു. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം 2010 ഇലക്ഷൻ കമ്മീഷനാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇതിന്റെ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, 25th January 2021. അതായത് ഈ 25th January എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ 1950 ഫോം ചെയ്ത ഡേറ്റ് ആണ്. 25th January 1950 ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തത്. കോമൺ ട്രസ്റ്റ് നെറ്റ്വർക്ക്, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വേൾഡ് എക്കണോമിക് ഫോറാണ് ഈ കോമൺ ട്രസ്റ്റ് നെറ്റ്വർക്ക് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ട്രസ്റ്റഡ് ലബോറട്ടറീസിന്റെയും പിന്നെ വാക്സിനേഷൻ ഡാറ്റയുടെ ഒക്കെ ഒരു ഗ്ലോബൽ രജിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇത് ഡിജിറ്റലി ആക്സസിബിൾ ആയിരിക്കും. ഇപ്പോൾ രാജ്യങ്ങൾക്കൊക്കെ ഇതിൽ രജിസ്റ്റർ ആയിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെയൊക്കെ അവരുടെ വാക്സിനേഷൻ ഡാറ്റയും പിന്നെ അവരുടെ COVID-19 സ്റ്റാറ്റസും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നെറ്റ്വർക്ക് വഴി സാധിക്കുന്നതായിരിക്കും. ജോ ബൈഡൻ സോൺ ഇൻ എസ് 46th പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിന് ശേഷം ജോ ബൈഡൻ ആണ് അമേരിക്കൻ പ്രസിഡന്റ് ആയത്. ഇപ്പോൾ ജോ ബൈഡൻ എന്ന് പറയുന്നത് 46ാമത്തെ പ്രസിഡന്റ് ആണ്, അമേരിക്കയിൽ 46ാമത്തെ പ്രസിഡന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഇത് ജോ ബൈഡനും ഇത് കമല ഹാരിസും ആണ്. അപ്പൊ കമല ഹാരിസ് ആണ് നിലവിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വുമൺ കൂടിയാണ് കമല ഹാരിസ്. കൂടാതെ കമല ഹാരിസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ 49th വൈസ് പ്രസിഡന്റ് ആണ്. കമല ഹാരിസ് അമേരിക്കയുടെ 49th വൈസ് പ്രസിഡന്റ്. ഗ്ലോബൽ ആൻഡ് ഇന്ത്യ ഔട്ട്പുട്ട് സെറ്റ് ടു എക്സ്പാൻഡ് ഇൻ 2021-22 സേസ് വേൾഡ് ബാങ്ക്. അപ്പൊ നമുക്കറിയാം SSC എക്സാംസിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ലോകത്തുള്ള വിവിധ ഏജൻസികൾ ഇന്ത്യയുടെ ഗ്രോത്ത് പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവര് എത്ര പെർസെന്റേജ് ഗ്രോത്ത് ആണ് പ്രഡിക്റ്റ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ SSC എക്സാംസിൽ സാധാരണയായി ചോദിച്ചു കാണാറുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇത്തവണ വേൾഡ് ബാങ്ക് പറയുന്നത്, വേൾഡ് ബാങ്കിന്റെ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ട് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം 4% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4% വളർച്ചയാണ് ഇന്ത്യക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഇതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത് വാക്സിൻ, ഇന്ത്യയിലാണ് ഏറ്റവും നന്നായിട്ട് വാക്സിൻ ഡ്രൈവ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് 4% ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. സ്പെക്ട്രം ഓപ്ഷൻസ്, ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് DOT ഒരു 7 ബാൻഡ്വിഡ്ത്തുകൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 4G സ്പെക്ട്രം ആയിട്ടുള്ള 7 ബാൻഡ്വിഡ്ത്തുകൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ബാൻഡ്വിഡ്ത്തുകളാണ് വിൽക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ ആൻസർ 7 ആണ്. കൂടാതെ ഏതൊക്കെയാണെന്നുള്ളത് 700 MHz, 800 MHz, 900, 1800, 2100, 2300, 2500. അപ്പൊ ഈ 7 ബാൻഡ്വിഡ്ത്തുകളാണ് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ടിഹാൻ IIT ടെസ്റ്റ് ബെഡ് ഫോർ ഓട്ടോണോമസ് നാവിഗേഷൻ സിസ്റ്റംസ്. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു പരിപാടിക്ക് തറക്കല്ലിട്ടത്. ടിഹാൻ IIT ഹൈദരാബാദിലാണ് ഇതിന് തറക്കല്ലിട്ടത്. ഈ ടിഹാൻ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ടെക്നോളജി ഇന്നോവേഷൻ ഹബ് ഫോർ ഓട്ടോണോമസ് നാവിഗേഷൻ സിസ്റ്റംസ് ആൻഡ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റംസ് ആണ്. അപ്പോൾ ഓട്ടോണോമസ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റംസ്, ഇപ്പൊ നമ്മുടെ ഗൂഗിളിലൊക്കെ ഉള്ളതുപോലെ, ഗൂഗിൾ മാപ്സ് ഒക്കെ പോലെയുള്ള നമ്മുടേതായിട്ട് തന്നെ ഉള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റംസ്
ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ബെഡ് പോലെയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് അന്ന് ലോഞ്ച് ചെയ്തത് അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന, ജനുവരിയിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന രമേശ് പൊക്രിയാലാണ്. പക്ഷെ ഇന്ന് ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും യൂണിയൻ മിനിസ്റ്റർ മാറിയിട്ടുണ്ട്, എഡ്യൂക്കേഷൻ യൂണിയൻ മിനിസ്റ്റർ മാറിയിട്ടുണ്ട്. അതുകൂടെ സമയത്ത് പറയാണ്. അപ്പൊ ഇപ്പോഴും ഉള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനാണ്. നാഷണൽ മെഡിസിനൽ പ്ലാൻസ് ബോർഡ് ലോഞ്ചസ് കൺസോർഷ്യ ഫോർ മെഡിസിനൽ പ്ലാൻസ്. അപ്പൊ ഈ വാർത്തയിൽ കാണുന്നത് പോലെ തന്നെ മെഡിസിനൽ പ്ലാൻസിന്റെ അതിന്റെ കണക്ടിവിറ്റി, അത് ആവശ്യമുള്ള ആൾക്കാർക്ക് കണക്ടിവിറ്റി കൂട്ടാനും പിന്നെ അത് വിൽക്കുന്നവർക്ക് അവർക്ക് തമ്മിലുള്ള കണക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇതിൽ സ്വാഭാവികമായിട്ടും ചോദിക്കാൻ സാധ്യത ഉള്ളത് ഒന്ന് ഏത് മിനിസ്ട്രി ആണെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, എപ്പോഴാണ് നാഷണൽ മെഡിസിനൽ ബോർഡ് ഫോം ചെയ്തത്? ഇത് ചിലപ്പോൾ സ്ട്രാറ്റജിക്കൽ ചോദിച്ചേക്കാം. നാഷണൽ മെഡിസിനൽ പ്ലാൻസ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2000-ലാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് ആയുഷ്. CSIR ഡെവലപ്സ് ബനാന ഗ്രിറ്റ്. ഈ ബനാന ഗ്രിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റവയൊക്കെ പോലുള്ള ഒരു സാധനമാണ്. ഈ ബനാന ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളയിലാണ്. CSIRന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, NIIST, കേരളത്തിലുള്ളതാണ്. അപ്പൊ ഇവരാണ് ഈ ഒരു ബനാന ഗ്രിഡ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നേന്ത്രപ്പാട്ടിൽ നിന്നാണ് ഈ ബനാന ഗ്രിഡ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സ്വസ്ഥ വായു, നമ്മൾ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. ആൾക്കാർ വെന്റിലേറ്ററിൽ കിടന്ന് മരിക്കുന്നതും പിന്നെ വെന്റിലേറ്ററിന്റെ ക്ഷാമമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അപ്പോ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന നിലയിൽ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു മിനി വെന്റിലേറ്റർ ആണ് സ്വസ്ഥവായു എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ഥാപനങ്ങളിലെ സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ്. ഒന്ന് CSIR NIL, അവര് പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽ ഫ്രം CSIR IGIB. ഈ രണ്ട് സ്ഥാപനങ്ങളിലെ ആൾക്കാരാണ് ചേർന്നിട്ടാണ് ഈ സ്വസ്ഥവായു എന്ന് പറഞ്ഞിട്ടുള്ള മിനി വെന്റിലേറ്റർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സാധാരണയായി ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ സ്വസ്ഥവായു എന്താണെന്നുള്ളത് തന്നെയായിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത. സ്വസ്ഥവായു എന്ന് പറയുന്നത് എന്താണ്? ഒരു മിനി വെന്റിലേറ്റർ ആണ്. സെപ്പി സെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ലാബ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഈ ലാബ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു ലാബ് നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ്. കാരണം ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കോവിഡ് വന്നതുപോലെ വേറെ എന്തെങ്കിലും ഇതുപോലുള്ള എപ്പിഡമിക്സ് വരുവാണെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാനും കൂടുതൽ ഇന്നോവേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങിയ ഒരു ലാബ് നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള വേറെ ടോട്ടൽ 7 ലാബാണ് ഇങ്ങനെ ഉള്ളത്. അപ്പൊ ഇത് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫരീദാബാദിലാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. സെപ്പി ഇന്ത്യയിൽ എവിടെയാണ് ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? THSTI ഫരീദാബാദിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. രക്ഷിത, ഇപ്പോൾ DRDOയുടെ ഡൽഹിയിലുള്ള ഒരു ലബോറട്ടറി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസ്. അപ്പൊ ഇവര് CRPF, നമ്മുടെ സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ്, CRPFന് ഹാൻഡ് ഓവർ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഈ കാണുന്നത്, ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതൊരു ബുള്ളറ്റിന്റെ പിറകിൽ ചെറിയൊരു ചെയറും പിന്നെ ഓക്സിജൻ മാസ്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതായത് അധികം മാരകമല്ലാത്ത എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയവർക്ക് ആംബുലൻസ് ഒന്നും വെയിറ്റ് ചെയ്യാതെ അവരെ ഈ ഒരു ഇതിലൂടെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനൊരു വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ പേരാണ് രക്ഷിത. അപ്പൊ ഇതില് പോസിബിൾ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഏത് ഫോഴ്സിനാണ് കൊടുത്തത്? CRPFനാണ് കൊടുത്തത്. ആരാണ് കൊടുത്തത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അലൈഡ് സയൻസസ്, ഡൽഹി. ഇതൊരു DRDO ലബോറട്ടറി ആണ്. നാഗാലാൻഡ് ഡിക്ലെയർഡ് ആസ് ഡിസ്റ്റർബ്ഡ് ഏരിയ അണ്ടർ അഫ്സ്പ. നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഈ നാഗാലാൻഡിന്റെ അഫ്സ്പ നിയമപരിധിയിൽ 6 മാസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ അഫ്സ്പയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ആണ്. ഈ അഫ്സ്പ ഉള്ള സ്ഥലങ്ങളിൽ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത സ്ഥലങ്ങളിൽ 5 അതിൽ കൂടുതൽ ആൾക്കാരൊക്കെ കൂട്ടം കൂടി നിന്ന പോലീസിന് ഓപ്പൺ ഫയർ ചെയ്യാനുള്ള അധികാരമൊക്കെ ഉള്ള സ്ഥലമാണ്.
കൂടുതലുമായിട്ടും ഇത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലാണ് ഈ നിയമം ഉള്ളത്. ഇതില് ഈ ഒരു ഫുൾ ഫോം പഠിച്ചു വെക്കണം. ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് ആണ് അവസ്പ എന്ന് പറയുന്നത്. സീ വിജിൽ 2021. അപ്പൊ ഇന്ത്യൻ നേവി അതിന്റെ കോസ്റ്റൽ ഡിഫൻസ് എക്സസൈസ് ആയിട്ടുള്ള സീ വിജിൽ ജനുവരിയിലാണ് നടത്തിയത്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് എഡിഷൻ ആയിരുന്നു. സീ വിജിൽ 21 സെക്കൻഡ് എഡിഷൻ ആയിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ നടന്നത്. ക്യാബിനറ്റ് കമ്മിറ്റി അപ്രൂവ്സ് തേജസ് ഡീൽ വർത്ത് ₹48,000 crore. അപ്പൊ ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 83 ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള തേജസ് എയർക്രാഫ്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ഒരു ന്യൂസ് ആണിത്. അപ്പോൾ ഇതിൽ നമ്പർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 83 തേജസ് എയർക്രാഫ്റ്റുകളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ DRDOയിൽ നിന്ന് ഏറ്റെടുത്തത്. സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ SAAW. നമ്മൾ ഇത് കാണുന്നത് പോലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ് ഈ ഒരു മിസൈല് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ടെസ്റ്റിംഗ് നടന്നതായിരുന്നു. അപ്പൊ ഈ ടെസ്റ്റിംഗ് നടന്നത് ഒഡീഷ കോസ്റ്റിൽ വെച്ചിട്ടാണ്. HALന്റെ ഒരു കോമ്പാറ്റ് വെഹിക്കിൾ ആയിട്ടുള്ള ഹോക്കയിൽ വെച്ചിട്ടാണ് ഈ ഒരു മിസൈലിന്റെ ടെസ്റ്റിംഗ് നടന്നിട്ടുള്ളത്. ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ്. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ആണ് 2020 ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസ് നടത്തിയത്. അപ്പൊ ഇത് ഇത്തവണ നടത്തിയത് ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ടാണ്. അപ്പൊ ഏഷ്യൻ വാട്ടർ ബേർഡ് സെൻസസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുകയാണെങ്കിൽ എവിടെയാണ്, ആരാണ് നടത്തിയത് എന്നുള്ള 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. നടന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇതുവരെ നടത്തിയത് BNHS ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ആണ് ഈ ഒരു വാട്ടർ ബേർഡ് സെൻസസ് നടത്തിയത്. കേരക്കാൽ പുട്ട് ഓൺ എ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് റിക്കവറി പ്രോഗ്രാം. അപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വൈൽഡ് കാറ്റാണ് ഈ കാരക്കാൽ എന്ന് പറയുന്നത്. ഈ കാരക്കാലിനെ നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വൈൽഡ് ലൈഫ് സ്പീഷീസിനെ സംരക്ഷിക്കാനായിട്ട് ഇന്ത്യ എനാക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റൂള് കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ ഇത് ഏത് വർഷമായിരുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പുറത്തിറങ്ങിയത്? അപ്പൊ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യ എനാക്ട് ചെയ്തത്. ഖാദി പ്രകൃതിക് പെയിൻ. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള MSME യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ നിതിൻ ഗഡ്കരിയാണ് ഈ ഒരു പെയിന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ്. KVIC എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഖാദി ബോർഡിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് കാണുന്നത് പോലെ തന്നെ കെമിക്കൽ കമ്പോണൻസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള കുറച്ചുകൂടി ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു പെയിന്റ് ആണ് ഈ ഖാദി പ്രകൃതിക് പെയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി MSME മിനിസ്റ്റർ ആണ്. MSME എന്ന് പറഞ്ഞാൽ അറിയാം, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതോടെ ഒന്ന് നോക്കി നോക്കാം. അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് 2020 യുണൈറ്റഡ് നേഷൻസ് എൻവറോൺമെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ UNEP ആണ് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. 2015 പാരീസിൽ വെച്ചിട്ട് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പാരീസ് എഗ്രിമെന്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പാരീസ് എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോ രാജ്യങ്ങളും എത്രത്തോളം അവരത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു മെഷർമെന്റ് ആണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ UNEP റിലീസ് ചെയ്യുന്ന വേറെ ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ഒന്ന് ഗ്ലോബൽ എൻവിറോൺമെന്റ് ഔട്ട്ലുക്ക് ആണ്, മറ്റൊന്ന് എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ടാണ്, മൂന്നാമത്തേത് ആക്ഷൻസ് ഓൺ എയർ ക്വാളിറ്റി ആൻഡ് റൈസ് ഓഫ് എൻവിറോൺമെന്റ് ക്രൈം റിപ്പോർട്ട്. ഈ ഒരു 3 റിപ്പോർട്ടാണ് UNEP ഇത് കൂടാതെ അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുറത്തുവിടുന്നത്. നാഷണൽ മറൈൻ ടേർട്ടിൽ ആക്ഷൻ പ്ലാൻ. ഈ നാഷണൽ മറൈൻ ടേർട്ടിൽ ആക്ഷൻ പ്ലാൻ റിലീസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നത് മിനിസ്റ്റർ ഓഫ് എൻവിറോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പൊ ഇത് റിലീസ് ചെയ്തത് അതിന്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ ആണ്. അപ്പൊ ഇതില് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്?
മിനിസ്ട്രി ഓഫ് എൻവറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. എൻവറോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. മറ്റൊന്ന് റിലീസ് ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ യൂണിയൻ മിനിസ്റ്റർ ആരാണ്? ശ്രീ പ്രകാശ് ജാവ്ദേക്കർ ആണ് ഇതിന്റെ യൂണിയൻ മിനിസ്റ്റർ. 2021 ഇയർ ഓഫ് ഇന്തോ ഫ്രഞ്ച് അലയൻസ് ടുവാർഡ്സ് എ ഗ്രീനർ പ്ലാൻ. ഇപ്പൊ 2021 ആചരിക്കുന്നത് ഇന്തോ ഫ്രഞ്ച് അലയൻസ് ടുവാർഡ്സ് എ ഗ്രീനർ പ്ലാനറ്റ് ആയിട്ടാണ്. അപ്പൊ ഏത് രാജ്യമായിട്ടാണ് എന്നുള്ള ചോദ്യം ചോദിച്ചേക്കാം. അപ്പോൾ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് അറ്റ് ഓംകാരേശ്വർ. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയൊരു പ്രൊജക്റ്റ് ആണ് ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട്. അപ്പൊ ഇത് വരുന്നത് ഓംകാരേശ്വർ ഡാമിലാണ്. ഓംകാരേശ്വർ ഡാമിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് 600 മെഗാവാട്ട് പദ്ധതിയാണ്. 600 മെഗാവാട്ട് പദ്ധതിയാണ്. അപ്പൊ ഇതിന്റെ എക്സാക്ട് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കാൺവ ഡിസ്ട്രിക്ട് മധ്യപ്രദേശിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ പോകുന്നത് ഈ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് ഏത് ഡാമിലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതുപോലെ തന്നെ ഇത് ഏത് സ്റ്റേറ്റിലാണ്. അപ്പൊ ഇത് ഓംകാരേശ്വർ ഡാം മധ്യപ്രദേശിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാഗ്നെറ്റോ ടെല്യൂറിക് സർവേ. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്ത ഡൽഹി റീജിയനിൽ കണ്ടക്ട് ചെയ്ത ഒരു സർവേ ആണ് മാഗ്നെറ്റോ ടെല്യൂറിക് സർവേ. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സർവേ ആണ്. ഡൽഹിയിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ, അതായത് ഡിസംബർ ആ സമയത്തൊക്കെ ചെറിയ ചെറിയ എർത്ത് ക്വേക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ എർത്ത് ക്വേക്സിന്റെ കാരണവും ഇനി ഇത് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർവേ നടത്തിയത്. അപ്പൊ ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൊളാബറേഷനിൽ കൂടിയായിരുന്നു നടത്തിയത്? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. വാദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി, ഡെറാഡൂൺ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു സർവേ നടത്തിയത്. ഗ്രാൻഡ് റെനൈസൻസ് ഡാം ഹൈഡ്രോ പവർ പ്രൊജക്ട്. നമുക്ക് കാണാം ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം എന്ന് പറയുന്നത് എത്യോപ്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡാമാണ്. അപ്പോ ഈ 3 രാജ്യങ്ങളും എത്യോപ്യ, സുഡാൻ, ഈജിപ്ത്, ഇവർ 3 പേരും വർഷങ്ങളായിട്ട് ഈ ഒരു ഡാമിന്റെ പേരിൽ പ്രശ്നമായിരുന്നു. കാരണം നമുക്ക് ഈ മാപ്പിൽ കാണുന്നത് പോലെ നൈലിന്റെ ഒരു മേജർ ആയിട്ട് ട്രിബ്യൂട്ടറി ആണ് ഈ ബ്ലൂ നൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലൂ നൈലാണ് ഈ ഡാം ഉള്ളത്. അപ്പൊ ഈ സുഡാൻ, ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഈ ഒരു ഡാം മുഴുവനായിട്ടും പണി കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്, അവരുടെ വെള്ളത്തിന്റെ ലഭ്യത കുറയോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഡിസ്പ്യൂട്ട് ആരംഭിച്ചത്. അപ്പൊ ഇപ്പോ ഇവർ ഈ ഡിസ്പ്യൂട്ടിനെ പറ്റി ചർച്ച നടത്താനൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ തന്നെ നമുക്ക് ഈ 3 രാജ്യങ്ങളുടെ ക്യാപിറ്റൽ കൂടി ഒന്ന് പഠിക്കാം. ഈ മാപ്പിൽ കാണുന്നുണ്ട് ഈജിപ്തിൻ്റെത് കൈറോ ആണ്. കൈറോ. സുഡാന്റെ ക്യാപിറ്റൽ ഖാർത്തൂമാണ്. ഖാർത്തൂമാണ്. അതുപോലെ എത്യോപ്യയുടേത് ആഡിസ് അബാബയാണ്. ആഡിസ് അബാബ. അരുണാചൽ ഹാർബേഴ്സ് എ വനാഡിയം സോഴ്സ്. നമുക്കറിയാം വനാഡിയം എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ട് കിട്ടുന്ന ഒരു മെറ്റലാണ്. ഇത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അരുണാചലിലുള്ള പാപ്പംപാരെ ഡിസ്ട്രിക്ട്, അരുണാചൽ പ്രദേശിലുള്ള പാപ്പംപാരെ ഡിസ്ട്രിക്റ്റിൽ ഇതിന്റെ ഒരു സോഴ്സ് ഗനി നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ ചോദിക്കുന്ന SSCയുടെ GKയിൽ കെമിസ്ട്രിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ന്യൂസ് വാല്യുള്ള ഏതെങ്കിലും ആയിരിക്കും ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വനാഡിയം എന്ന് പറയുന്നത് 23rd എലമെന്റ് ആണ്. ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അരുണാചലിലെ പാപ്പംപാരെ ഡിസ്ട്രിക്റ്റിൽ ആണ്. ലിഥിയം ഡെപ്പോസിറ്റ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ ബാറ്ററീസിൽ ഉപയോഗിക്കുന്ന ഒരു എലമെന്റ് ആണ് ലിഥിയം. അപ്പൊ ലിഥിയം അയോൺ ബാറ്ററീസ് ആണ് ഏറ്റവും കൂടുതൽ നിലവിൽ പ്രചാരത്തിലുള്ളത്. ഇപ്പോ അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് AMD ഒരു പുതിയ ലിഥിയം ഡെപ്പോസിറ്റ് ഏരിയ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് കർണാടകയിലുള്ള മാണ്ഡ്യ ഡിസ്ട്രിക്റ്റിലാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാർലഗല്ല അല്ലാപട്ന റീജിയനിലാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. മാർലഗല്ല അല്ലാപട്ന റീജിയൻ ഓഫ് മാണ്ഡ്യ ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. മൗണ്ട് സെമേരു. ജിയോളജിക്കൽ ഏജൻസി ഓഫ് ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയുടെ ജിയോളജിക്കൽ ഏജൻസി ഒരു വോൾക്കാനോ എറപ്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മൗണ്ട് സെമേരുവിലാണ്. ഇതൊരു പസഫിക് ഫയർ ബെൽറ്റിൽ പെടുന്ന ഒരു വോൾക്കാനോ ആണ്
മൗണ്ട് സെമേരു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ മൗണ്ട് സെമേരു ഏത് രാജ്യത്തിന്റെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്തോനേഷ്യയുടെ ഭാഗമായിട്ടുള്ളതാണ് മൗണ്ട് സെമേരു. അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് ഇറപ്റ്റ് ചെയ്ത വോൾക്കാനോ ഏതാണെന്ന് കൂടി ചോദിക്കാം. അപ്പോൾ മൗണ്ട് സെമേരു ആണ് റീസെന്റ് ആയിട്ട് ഇന്തോനേഷ്യയിൽ വെച്ചിട്ട് ഇറപ്റ്റ് ചെയ്തിരിക്കുന്നത്. റാറ്റിൽ ഹൈഡ്രോ പവർ പ്രൊജക്ട്. ഇപ്പൊ യൂണിയൻ ക്യാബിനറ്റ് ഒരു പുതിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന് അപ്രൂവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 850 മെഗാവാട്ടുള്ള റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനാണ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ റാറ്റിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണ്? ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. റാറ്റിൽ ഹൈഡ്രോ പവർ പ്രൊജക്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ ആണ്. 6 years ഓഫ് ഉജല ആൻഡ് SLNP. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 പ്രോഗ്രാംസ് ആണ്, ഉജലയും അതുപോലെ SLNP. ഇതുവഴി ചെറിയ നിരക്കിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ നിരക്കിലോ LED ബൾബുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഉജല സ്കീം വഴിയാണ് ഇത് ചെയ്യുന്നത്. ഈ SLNP ആണെങ്കിൽ അതിന്റെ ഫുൾ ഫോം തന്നെ സ്ട്രീറ്റ് ലൈറ്റനിങ് നാഷണൽ പ്രോഗ്രാം ആണ്. ഉജല എന്ന് പറയുന്നത് ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ, ഉജല. ഈ 2 ഫുൾ ഫോംസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പദ്ധതി വഴി LED ബൾബ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് EESL ആണ്. EESL എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഈ ഒരു ഏജൻസി വഴിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ LED ബൾബുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻകാൻഡസെന്റ് ലാമ്പുകളും അല്ലെങ്കിൽ CFLകളൊക്കെ അതിന്റെയൊക്കെ ഉപഭോഗം കുറച്ച് LED ബൾബ് ഒരു കൾച്ചർ വരാൻ വേണ്ടിയിട്ടാണ് ഈ 2 പ്ലാനുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് RBI ആണ്. അതുപോലെ തന്നെ ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചേക്കാം. ഇപ്പോൾ IMF ആണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന PMFBY. ഇപ്പൊ 2016 മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ് ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതൊരു ഇൻഷുറൻസ് സ്കീമാണ് ഫാർമേഴ്സിനും അതുപോലെ തന്നെ അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഈ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിലൂടെ കവർ ചെയ്യുന്നത്. ഇതിൽ ഏത് വർഷമാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചേക്കാം. അപ്പൊ ഇത് ലോഞ്ച് ചെയ്തത് 2016 പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന comes under Ministry of Agriculture. 5th National Kayagalt Awards. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അവാർഡാണ് നാഷണൽ കായഗൽപ് അവാർഡ്സ്. ഇത് ലോഞ്ച് ചെയ്തത് 2015 കൊടുത്തു തുടങ്ങിയത് 2015. ഇത് സ്വച്ഛത അഭിയാന്റെ കീഴിൽ അണ്ടറിൽ വരുന്ന ഒരു അവാർഡാണ്. ഇത് കൊടുക്കുന്നത് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസിനാണ്. ഇന്ത്യയിലുള്ള പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസിന്റെ ഹൈജീൻ, സാനിറ്റേഷൻ, ക്ലീൻലിനെസ് ഈ 3 കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു അവാർഡാണ് നാഷണൽ കായഗൽപ് അവാർഡ്സ്. ഗ്ലോബൽ പ്രവാസി റിഷ്ത പോർട്ടൽ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോർട്ടലാണ് ഗ്ലോബൽ പ്രവാസി റിഷ്ത പോർട്ടൽ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ V മുരളീധരനാണ് ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഇതിന്റെ മൊബൈൽ ആപ്പും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഡയാസ്പൊറയ്ക്ക് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം, പ്രവാസികൾക്ക് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക് ചെയ്യാനാണ് ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് എഡിഷൻ ഓഫ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ്. നീതി ആയോഗും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോമ്പറ്റീറ്റീവ്നെസ് ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും റിലീസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സ്. ഇത് 2019 ലോഞ്ച് ചെയ്തത്. 2020 ഇൻഡെക്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലെ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് വന്നിരിക്കുന്നത് കർണാടകയാണ്. കൂടാതെ കർണാടകയ്ക്ക് ശേഷം മഹാരാഷ്ട്രയാണ്, പിന്നെ തമിഴ്നാട്, തെലങ്കാന, കേരളം. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ ഒരു ഡോമിനേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. 16th എഡിഷൻ ഓഫ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2021. വേൾഡ് എക്കണോമിക് ഫോറാണ് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ഇത് അടുത്ത ഡെക്കാഡിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഹ്യൂമാനിറ്റി ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇതിലുള്ളത്. ഇത് പ്രകാരം നമ്മളിപ്പോൾ ഇനി അനുഭവിക്കാൻ വേണ്ടി പോകുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്,
പിന്നെ എക്സ്ട്രീം വെതർ, പിന്നെ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളാണ് അടുത്ത 10 വർഷത്തെ മെയിൻ ത്രെഡ്സ് എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2021. ഈ ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ജർമ്മൻ വാച്ച് എന്ന മറ്റു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാവുന്നത് എന്നാണ് ഈ ഇൻഡെക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് ഒരു ക്ലൈമറ്റ് അഡാപ്ഷൻ സമ്മിറ്റ് ഉണ്ടായിരുന്നു, അത് നെതർലൻഡ്സിലാണ് നടന്നത്. ഈ ഒരു സമ്മിറ്റിന് മുന്നെയാണ് ഈ ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്തത്. അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് അത് ഏത് ഓർഗനൈസേഷനാണ് റിലീസ് ചെയ്യുന്നത്? ജർമ്മൻ വാച്ചാണ് അത് റിലീസ് ചെയ്യുന്നത്. കൂടാതെ ഈ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ സമ്മിറ്റ് ഇത് എവിടെയാണ് നടന്നത് ഈ വർഷം? നെതർലൻഡ്സിലാണ് ഈ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ സമ്മിറ്റ് നടന്നത്. വേൾഡ്സ് ഓൾഡസ്റ്റ് നോൺ കേവ് പെയിന്റിംഗ് ഫൗണ്ട് ഇൻ ഇന്തോനേഷ്യ. നമ്മുടെ ചരിത്രകാരന്മാർ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു കേവ് പെയിന്റിംഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഇന്തോനേഷ്യയിൽ വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഏകദേശം ഇതിന് 45,500 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു വൈൽഡ് ബോറിന്റെ, ഒരു പന്നിയുടെ പിക്ചറാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആപദ പ്രബന്ധൻ പുരസ്കാർ 2021. ഡിസാസ്റ്റർ ടൈമിലൊക്കെയുള്ള മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇൻഡിവിജ്വൽസിനും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊടുക്കുന്ന ഒരു ധീരതാ പുരസ്കാരം പോലെയുള്ളതാണ് സുഭാഷ് ചന്ദ്രബോസ് ആപദ പ്രബന്ധൻ പുരസ്കാർ. ഇത് കൊടുക്കുന്നത് 23rd ജനുവരിയിലാണ്. 23rd ജനുവരി എന്ന് പറയുന്നത് നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതുപോലെ ഇത്തവണ ഇത് കിട്ടിയിരിക്കുന്നത് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്നത് രാജേഷ് കുമാർ ഭണ്ഡാരിക്കാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കാറ്റഗറിയിൽ അത് കിട്ടിയിരിക്കുന്നത് സീഡ്സിനാണ്. സീഡ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതിന്റെ സീഡ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിക്കൽ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം. ഭീമ കൊറിഗാവ്. ഈ ഭീമ കൊറിഗാവ് എന്ന് പറയുന്നത് പൂനെക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. മഹാരാഷ്ട്രയിലെ പൂനെക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ 200 വർഷങ്ങൾക്ക് മുന്നേ ഒരു യുദ്ധം നടന്നിരുന്നു. അതിൽ ബ്രിട്ടീഷ് വേഴ്സസ് പെഷ്വ ബാജിറാവ് 2 ഇവരുടെ ആർമിയും തമ്മിലായിരുന്നു ആ യുദ്ധം. പക്ഷെ ബ്രിട്ടീഷുകാരുടെ കൂടെ അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള മഹാർസ് എന്ന് മറ്റൊരു ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, മഹാർസ്. ഈ ബ്രിട്ടീഷ് പ്ലസ് മഹാർസ് ഈ പെഷ്വ ബാജിറാവ് 2വിനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സ്തംഭാണിത്, വിജയസ്തംഭാണിത്. അപ്പൊ ഇവിടെ മഹാർസിന്റെ ഈ വിക്ടറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി 2018 ജനുവരി 1 ഇതിന്റെ 200th ആനിവേഴ്സറിയിൽ ഒരു 10,000-ലധികം ആൾക്കാർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ വിട്ടയക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ഭീമ കൊറിഗാവൺ പൂനെയിലാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത് ഇത് ഏതൊക്കെ ആർമി തമ്മിലായിരുന്നു ആ യുദ്ധം? ബ്രിട്ടീഷ് വേഴ്സസ് പെഷ്വ ബാജിറാവു 2. കുറച്ച് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മൾ കുറച്ച് ഡേയ്സ് ഒക്കെ മുന്നേ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. എന്നാലും അതിൽ പെടാത്ത കുറച്ചുകൂടെ എക്സാമിന് SSC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഡേറ്റ്സ് ആണ് നമ്മൾ ഈ നോക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO അവിടെ ഫൗണ്ടേഷൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത് 1st ജനുവരിയിലാണ്. ഇത് അവരുടെ 63rd ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു, 1st ജനുവരി. വേൾഡ് ഹിന്ദി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് 10th ജനുവരിയിലാണ്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് 1975-ലാണ്. 1975 പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നാഷണൽ യൂത്ത് ഡേ 2021. നാഷണൽ യൂത്ത് ഡേ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് നമ്മൾ കമമറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 12th ജനുവരിയിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, 12th ജനുവരി. ഈ വർഷത്തെ തീമും കൂടി ഇമ്പോർട്ടന്റ് ആണ്. തീം നമുക്ക് നോക്കാം. യുവ ഉത്സവ് നയ ഭാരത് ക എന്നാണ് ഈ വർഷത്തെ നാഷണൽ യൂത്ത് ഡേയുടെ തീം. ദ ആർമി ഡേ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് 15th ജനുവരിയിലാണ്. ഈ 15th ജനുവരി എന്ന് പറയുന്നത് 1949 നമ്മുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള KM കരിയപ്പ സ്ഥാനം ഏറ്റെടുത്ത ആ ഒരു ഡേറ്റ് കൂടിയാണ്. ആർമി ഡേ എന്ന് പറയുന്നത് 15th ജനുവരിയാണ്.
നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ഇൻ ഇന്ത്യ 24th ജനുവരിയിലാണ് നാഷണൽ ഗേൾ ചൈൽഡ് ഇൻ ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ 24th ജനുവരിയിലാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ. ഈ വർഷത്തെ തീമും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. റിക്കവർ ആൻഡ് റീവൈറ്റലൈസ് എഡ്യൂക്കേഷൻ ഫോർ COVID-19 ജനറേഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. നാഷണൽ വോട്ടേഴ്സ് ഡേ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 25th ജനുവരിയിലാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ ടൂറിസം ഡേ 25th ജനുവരിയിലാണ് നാഷണൽ ടൂറിസം ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡാറ്റ പ്രൈവസി ഡേ 28th ജനുവരിയിലാണ് ഡാറ്റ പ്രൈവസി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജനുവരിയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുന്നതാണ്, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഷെയർ ചെയ്യാം. അപ്പൊ അധികം വൈകാതെ തന്നെ നമ്മൾ അടുത്ത മന്ത്സിന്റെ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ലേണിംഗ്.